ഇന്നത്തെ റെസിപ്പി വാനില കസ്റ്റാർഡ് പുഡിംഗ് ആണ്. നമ്മൾ സാധാരണ രീതിയിൽ ഈ ഒരു വാനില കസ്റ്റാർഡ് തയ്യാറാക്കുന്ന സമയത്ത് ഇതിലേക്ക് മുട്ട ചേർക്കാറുണ്ട്. എന്നാൽ ഞാനിവിടെ മുട്ട ചേർക്കാത്ത ഒരു വാനില കസ്റ്റാർഡ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ എടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുക്കുന്നത്. ഈ ഒരു 2 കപ്പ് പാലിൽ നിന്ന് നമുക്ക് 1/4 കപ്പ് പാല് ഈ ഒരു കോൺഫ്ലോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കോൺഫ്ലോറും പാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ വേണം നമ്മൾ ഈ ഒരു കോൺഫ്ലോറും പാലും മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കോൺഫ്ലോറും പാലും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സോസ് പാനിലേക്ക് ബാക്കി വന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് മധുരം നല്ല കറക്റ്റായിട്ട് തോന്നും. പക്ഷേ നമ്മൾ എപ്പോഴും പുഡിംഗ് തയ്യാറാക്കുന്ന സമയത്ത് മധുരം കുറച്ച് മുന്നിൽ നിൽക്കണം. കാരണം നമ്മൾ പുഡിംഗ് തണുപ്പിച്ച് കഴിയുന്ന സമയത്ത് മധുരം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ ഒരു പഞ്ചസാര ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. നമുക്ക് 20 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബട്ടർ പാലിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ നന്നായിട്ട് പാലുമായിട്ട് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് മതി. അപ്പോൾ ഞാനിവിടെ ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് പാല് തിളപ്പിച്ചെടുക്കാം. പാല് ചെറുതായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലോർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലോർ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാം. അതേപോലെ കോൺഫ്ലോർ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കിയിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ കട്ട കെട്ടിപ്പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോൺഫ്ലോർ ഒഴിച്ച ഉടൻ തന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഒരു കസ്റ്റാർഡ് ഒന്ന് കട്ടിയായി വരുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. കൈയെടുക്കാതെ ഇളക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റാർഡ് കട്ട കെട്ടും. ഇപ്പോൾ നമ്മുടെ പാല് നന്നായി കുറുകി നല്ല കട്ടിയായി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു വാനില കസ്റ്റാർഡ് പുഡിംഗ് ആയതുകൊണ്ട് തന്നെ 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കണം. ഈ ഒരു വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചൂട് പോയതിന് ശേഷം നമ്മൾ എന്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഈ ഒരു പുഡിംഗ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കസ്റ്റാർഡ് മുഴുവനായിട്ട് തണുത്ത് വരുമ്പം തന്നെ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരും. പിന്നെ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ മാത്രം മതി. താഴെത്തട്ടിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തണുപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇത് പെട്ടെന്ന് സെറ്റായിട്ട് വരും. ഇപ്പം തന്നെ ചൂട് മുഴുവൻ പോയപ്പം തന്നെ ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കസ്റ്റാർഡ് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വാനില കസ്റ്റാർഡാണിത്. മുട്ട ചേർത്തിട്ടുള്ള കസ്റ്റാർഡ് അധികം ആൾക്കാർക്കും ഇഷ്ടമുണ്ടാവില്ല. അങ്ങനത്തെവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കസ്റ്റാർഡാണിത്. എനിക്ക് തോന്നുന്നു മുട്ട ചേർത്തതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഈ ഒരു മുട്ട ചേർക്കാത്ത ഈ ഒരു കസ്റ്റാർഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.